ഹലോ. ഹലോ, മിസ്റ്റർ നവാസ് ആണോ? അതെ. ഓക്കെ, മിസ്റ്റർ രാഹുല് പറഞ്ഞിട്ട് വിളിക്കുവാണ്. ഒരു വേക്കൻസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഓക്കെ, മിസ്റ്റർ നവാസ് ഇപ്പൊ ഫ്രീ ആണോ? ഫ്രീ ആണ്. ഫ്രീ ആണ്. ഓക്കെ, ഇപ്പൊ എവിടാണ് കറന്റ്? പരിപാടിയാണ്. ഷോപ്പിലാണ്. ഷോപ്പിലാണ്. ഓക്കെ, സംസാരിക്കാൻ സാധിക്കുമോ? സംസാരിക്കാലോ. ഓക്കെ ഓക്കെ, മിസ്റ്റർ രാഹുൽ വേക്കൻസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം രാഹുൽ എന്ന് പറയുന്നത് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, എന്റെ പേര് മഹേഷ് എന്നാണ്. ഓക്കെ ഓക്കെ, അപ്പം ഇപ്പം വേക്കൻസിയുടെ കാര്യം പറയുവാണെങ്കിൽ നിലവിൽ ഇപ്പൊ ന്യൂ ഇയർ ആയതുകൊണ്ട് കുറച്ച് വേക്കൻസി ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതിപ്പം ഓൾറെഡി വന്ന വേക്കൻസിയാണ്. അതിപ്പോ ഓൾറെഡി കുറെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി എനിക്ക് തന്നെ കുറെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം രാവിലെ എനിക്ക് പേഴ്സണലി അറിയാവുന്നത് മാത്രമാണ് ഇപ്പൊ നവാസിന്റെ കാര്യം തന്നെ ഞാൻ ആദ്യം നോക്കാന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, എന്തൊക്കെ കാര്യമാണ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ മിസ്റ്റർ രാഹുൽ പറഞ്ഞേക്കുന്നത്? രാവിലെ അങ്ങനെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. അവനിങ്ങനെ വർക്കിന്റെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. വർക്ക് അങ്ങനെ റിസ്ക്കുള്ള വർക്കൊന്നുമല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എന്തോ ഏവിയേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഇതാണ്, കമ്പനിയാണെന്നോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞു. ഓക്കെ, എന്നാലും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ, എന്തായാലും നമ്മളിപ്പോ നെക്സ്റ്റ് റൗണ്ടിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ, എന്തായാലും ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാം. ഓക്കെ, അതിന് ഡീറ്റെയിൽസ് പറയാതെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ആണ് വരുന്നത്. എന്ന് വെച്ച് കഴിയുവാണെങ്കിൽ നമുക്ക് ഇന്ത്യ അടക്കം ഈ ബ്രിക്സ് രാജ്യങ്ങൾ അതിന്റെ ഡെവലപ്മെന്റ് ഭാഗമായിട്ട് WEF ക്രിയേറ്റ് ചെയ്യാന്നിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാറ്റ്ഫോം ആണ് വരുന്നത്, കമ്പനി അല്ല. കമ്പനി എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഗ്ലോബൽ ബിസിനസ് ഡെവലപ്മെന്റ് സെക്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ WEF എന്ന് കേട്ടിട്ടുണ്ടോ? WEF ഇല്ല. ഓക്കെ ഓക്കെ, WEF എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് എക്കണോമിക് ഫോം എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വേൾഡ് മൊത്തത്തിലുള്ള എല്ലാ കമ്പനീസിന്റെ ടോപ്പ് ഡിപ്പാർട്ട്മെന്റ് ആണ് WEF. ഓക്കെ, ആ WEF ആണ് നമുക്ക് ഈ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇന്ത്യ അടക്കം 150+ രാജ്യങ്ങളായിട്ട് നമുക്ക് 30+ ഇൻഡസ്ട്രികളാണ് ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. ഓക്കെ, ഇൻഡസ്ട്രി എന്ന് പറയുകയാണെങ്കിൽ എന്താണെന്നറിയാം, കേട്ടിട്ടുണ്ടോ? ഇൻഡസ്ട്രി ഓരോ മേഖലകളായി ഓക്കെ ഓക്കെ, ഓരോ മേഖലകൾ തന്നെയാണ്. ഓക്കെ, അത് ഈ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പറയാം ഇപ്പൊ സ്പോർട്സ് ഇൻഡസ്ട്രി എന്ന് പറയാം. ഓക്കെ, സ്പോർട്സ് ഇൻഡസ്ട്രിക്കകത്ത് വരുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ഇപ്പൊ അഡിഡാസ്, പ്യൂമ, നൈക്ക് അങ്ങനത്തെ സ്പോർട്സ് പരമായിട്ടുള്ള കമ്പനികളാണ്. ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്ന ഒരു മേഖലയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, സ്പോർട്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുപോലത്തെ 30+ ഇൻഡസ്ട്രികളാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം വരുന്നത്. അത് 150+ രാജ്യങ്ങളായിട്ടാണ് വരുന്നത്. ഓക്കെ, അതുകൂടാതെ 400+ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസുമാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പറയുന്നത് ഈ മൈക്രോസോഫ്റ്റിന്റെ വെർച്വൽ ഓഫീസ് യൂസ് ചെയ്ത് നമ്മൾ ഇ-കൊമേഴ്സ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് 3 മാസം ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 ഇയർ ഒക്കെ ആകുമ്പോഴേക്കും എവിടെ നിന്ന് വേണേൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ? നാട്ടിൽ നിന്ന് വേണമെങ്കിൽ വർക്ക് ചെയ്യാം, ഏകദേശം ഒരു 1 ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും. ഓക്കെ, പിന്നെ ട്രെയിനിങ് ടൈമിൽ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 400+ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ അടക്കം മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ 150+ രാജ്യങ്ങളായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ അതിനെ സ്റ്റഡി അനലൈസ് ചെയ്ത് അവരെല്ലാം ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റ് കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇപ്പൊ സ്റ്റഡി അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവിടെ എന്തൊക്കെ വർക്കാണ് ചെയ്യേണ്ടതെന്ന്. ചിലപ്പോൾ HR വർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഫിനാൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ലോജിസ്റ്റിക് ആയിരിക്കും. ഓക്കെ, അങ്ങനെ പല വർക്കാവും അവിടെ വരുന്നത്. ഓക്കെ, നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അതൊക്കെ അതിന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ചെയ്തോളും വർക്ക് കാര്യങ്ങൾ. നമ്മൾ ആ സ്റ്റഡി അനലൈസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഏത് വർക്കാണ് വരുന്നതെന്ന് കണ്ടെത്തും. ഓക്കെ, പിന്നെ ട്രെയിനിങ് ടൈമില് ഇപ്പൊ ട്രെയിനിങ്ങിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ട്രെയിനിങ് ടൈമിൽ ഇപ്പൊ മിസ്റ്റർ നവാസിന്റെ വർക്കൊക്കെ സീനിയേഴ്സിന്റെ കൂടെ തന്നെ ആയിരിക്കും വർക്ക്. അവരായിരിക്കും ഒരു 90% വർക്ക് കാര്യങ്ങളും ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു മിസ്റ്റേക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം അത്രയും വലിയ ഇൻഡസ്ട്രികളിലൂടെയാണ് വർക്ക്. അപ്പൊ നമുക്കൊരു മിസ്റ്റേക്ക് പോലും വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ സീനിയേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് പഠിക്കാനായിട്ട് സാധിക്കും, വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ
ഓക്കെ, പിന്നെ നമുക്ക് ഈ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമ്മുടെ MCA ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പ്ലാറ്റ്ഫോമിന്റെ എല്ലാ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, ഇന്ത്യയിലെ കാര്യങ്ങൾ. ഓക്കെ, MCA എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ കമ്പനീസിന്റെ ബിസിനസ് സർവേ കാര്യങ്ങളെല്ലാം നോക്കുന്ന MCA ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അതിന്റെ ഹെഡായിട്ട് വരുന്നത് വെച്ചാൽ നമ്മുടെ സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാറാമൻ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ മിസ്റ്റർ നവാസിന്റെ സെലക്ഷൻ കാര്യങ്ങളെല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയിൽ നിന്നാണ് ഇതിന്റെ എഗ്രിമെന്റ് നമ്പർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അതുകൂടാതെ ഡൽഹി ഹൈക്കോർട്ടിൽ നിന്നായിരിക്കും ഇതിന്റെ സീല് കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്കിത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് ആകെ വരുന്ന ചെലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 150+ രാജ്യങ്ങളായി നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരു ഇന്റർനാഷണൽ ലൈസൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അതെന്ന് പറയുന്നത് നമുക്കിപ്പോ ലൈസൻസ് കോസ്റ്റ് വെച്ച് നമുക്ക് ഡോളറിന്റെ വേരിയേഷൻ അനുസരിച്ചായിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ കണക്ക് വെച്ച് എങ്ങനെ നോക്കിയാലും കുറഞ്ഞാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറിന്റെ വേരിയേഷൻ എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഈ 150+ രാജ്യങ്ങളായി നമ്മൾ വർക്ക് വരുന്നത്. അപ്പൊ ഇവിടുത്തെ എല്ലാ കറൻസി എന്ന് പറയുവാണെങ്കിൽ പലതും പലതല്ലേ. ഓക്കെ, അതിനെല്ലാം പല വാല്യൂ അല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഏറ്റവും കറൻസി മുന്നിരിക്കുന്ന ഏതാണ്? ഡോളറാണ്. ഓക്കെ, അപ്പൊ ഡോളറിന്റെ വേരിയേഷൻ അനുസരിച്ചായിരിക്കും നമുക്ക് ആ ലൈസൻസിങ് കോസ്റ്റ് വരുന്നത്. ഓക്കെ, രാഹുൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2.5 ലക്ഷത്തിന് മേളിലായിരുന്നു രാഹുൽ ഏകദേശം വന്നു. ഓക്കെ, 2.5 ലക്ഷത്തിന് മേളിലാണ്. ഇപ്പൊ എങ്ങനെ പോയാലും അത് കുറഞ്ഞു നിൽക്കുവാണ്. ഏകദേശം നമുക്കറിയാൻ പറ്റും, ചിലപ്പോൾ 2 ലക്ഷം ആവും, ചിലപ്പോൾ അതിന്റെ പകുതിയെ വരത്തുള്ളായിരുന്നു. ഓക്കെ, അതൊക്കെ ഇന്റർവ്യൂ കാര്യങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഫിനാൻസിൽ നിന്ന് തന്നെ വിളിച്ചറിയിക്കും. ഓക്കെ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിച്ചറിയിക്കും. പിന്നെ നമുക്ക് ഫിനാൻസ് ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഡൽഹി ഹൈക്കോർട്ടിൽ നിന്നായിരിക്കും ഇതിന്റെ എഗ്രിമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മിസ്റ്റർ നവാസ് കൊടുക്കുന്ന ഫണ്ടിന്റെ എല്ലാം മൊത്തം ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗവൺമെന്റ് ഇതിനൊരു റീഫണ്ട് ഓപ്ഷനും വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിയുവാണെങ്കിൽ ഇപ്പൊ മിസ്റ്റർ നവാസ് ഇപ്പൊ ലൈസൻസ് എടുത്തു, ഇപ്പം പൈസ അടച്ച് ലൈസൻസ് എടുത്തു, ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ഈ ട്രെയിനിങ് സമയത്ത് തന്നെ മിസ്റ്റർ നവാസിന്റെ വർക്ക് എല്ലാം മനസ്സിലാക്കി ട്രെയിനിങ് സമയത്ത് തന്നെ മനസ്സിലാവും. എന്നിട്ട് നവാസിന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് ക്യാൻസൽ ചെയ്ത് റീഫണ്ട് ഓപ്ഷൻ, റീഫണ്ട് മേടിച്ചാൽ എല്ലാ പൈസയും തിരിച്ച് കിട്ടുന്നത് തന്നെയാണ്. ഓക്കെ, അതിനാണ് അങ്ങനെ റീഫണ്ട് ഓപ്ഷനും വെച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ നവാസ് ഈ ലൈസൻസിങ് കോസ്റ്റ് കൈ കൊണ്ടുവരുമൊന്നും വേണ്ട, ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സെലക്ഷൻ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നാട്ടിൽ പോയി അറേഞ്ച് ചെയ്ത് വരാനുള്ള സമയം കാണത്തില്ല. കാരണം ഇമ്മീഡിയറ്റ് ജോയിനിങ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അതാവുമ്പോൾ മിസ്റ്റർ നവാസിന് ഇവിടെ വന്ന് ഇന്റർവ്യൂ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം, എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് ഈ ലൈസൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 4 കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് കാര്യം വെച്ചാൽ GDR എന്ന് പറയും, എന്നിട്ട് ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എന്ന് പറയും. GDR എന്ന് വെച്ചാൽ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 150+ രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ നമുക്ക് കോൾ ചെയ്യാനായിട്ട് സാധിക്കുമോ? നോർമൽ കോൾ ചെയ്യാൻ പറ്റുമോ? സാധിക്കുമോ? നോർമൽ കോൾ വെച്ചാൽ നമ്മൾ മറ്റേ ഇന്റർനെറ്റ് കോൾ ചെയ്യാം. ഓക്കെ, അല്ല എന്നാലും നമുക്ക് നോർമൽ കോൾ ചെയ്യാനായിട്ട് സാധിക്കും? ഇല്ല. കാരണം എന്താണ്? അവിടുത്തെ ഗവൺമെന്റ് റൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് അത് പറ്റാത്തത്. ഓക്കെ, നമുക്ക് ഈ GDRയിലൂടെ ഈ 150+ രാജ്യത്തെ ഗവൺമെന്റ് റൈറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കാരണം നമുക്ക് അവിടെ എല്ലാം വർക്ക് ചെയ്യാനായിട്ടുള്ള, ചിലപ്പോൾ നമുക്ക് ഇന്ത്യ ഇരുന്ന് തന്നെ അവിടുത്തെ എല്ലാം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അവിടെ നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ 150+ രാജ്യങ്ങളായിട്ടാണ് വരുന്നത്. അപ്പൊ അതിനുള്ള റൈറ്റ്സ് ആണ് ഈ GDRയിലൂടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്റർനാഷണൽ ലൈസൻസ് ആണ്. ഇന്റർനാഷണൽ ലൈസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അവിടെ പോയി വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഈ 150+ രാജ്യങ്ങളിൽ. ഓക്കെ, അതിന് നമുക്ക് പ്രത്യേക ലൈസൻസ് എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. കാരണം ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ മാത്രമല്ലേ വണ്ടി ഓടിക്കാൻ പറ്റും. ഓക്കെ, പുറത്തെ രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യാനായിട്ട് വരുന്നില്ല, വണ്ടി ഓടിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ഈ ഇന്റർനാഷണൽ ലൈസൻസിലൂടെ ഈ എല്ലാ രാജ്യത്തും പോയി നേരിട്ട് പോയി വർക്ക് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് സെപ്പറേറ്റ് ലൈസൻസ് എടുക്കേണ്ടതായിട്ടും വരുന്നില്ല. ഓക്കെ, ഈ ലൈസൻസിലൂടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ കാര്യം. ഓക്കെ, പിന്നെ നമുക്ക് മൂന്നാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മൈക്രോസോഫ്റ്റ് തരം നമുക്ക് ഒരു വെർച്വൽ ഓഫീസ് ഉണ്ട്, അതിലായിരിക്കും നമ്മൾ വർക്ക് കാര്യങ്ങളും വരുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു കമ്പനി, മൈക്രോസോഫ്റ്റ് ഇത്രയും വലിയൊരു കമ്പനിയാണ് നമുക്കൊരു ഓരോരുത്തരും സെപ്പറേറ്റ് വെർച്വൽ ഓഫീസ് ആണ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, അതാണ് മൂന്നാമത്തെ കാര്യം. അതിലായിരിക്കും വർക്ക് എല്ലാ A to Z കാര്യങ്ങളും അതിനകത്തായിരിക്കും. പിന്നെ നമുക്കൊരു പേയ്മെന്റ് ആൻഡ് ഗേറ്റ്വേ എന്ന് പറയും. അതെന്ന് പറയുന്നത് നമുക്കൊരു ബാങ്കിങ് സിസ്റ്റം ആണ്, ഒരു ബാങ്ക് അക്കൗണ്ട് ആണ്. നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്റ്റ് RBIയുടെ അണ്ടറിലാണ് വരുന്നത്.
ഓക്കെ, അപ്പൊ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വെർച്വൽ ഓഫീസിൽ ഒരു അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് സാലറി അല്ല വരുന്നത്, പ്രോഫിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഈ പ്ലാറ്റ്ഫോമിന്റെ ഇയർലി ടേൺ ഓവർ എന്ന് വെച്ചാൽ ഏകദേശം 200 ബില്യൺ, ഏകദേശം ഇന്ത്യൻ മണി നോക്കുവാണെങ്കിൽ 20,000 കോടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന പ്രോഫിറ്റ് എന്ന് വെച്ചാൽ അത്രയും വലുതായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടാക്സിന്റെ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു അക്കൗണ്ട് നമുക്ക് വെർച്വൽ ഓഫീസിനകത്ത് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, ഇപ്പൊ മിസ്റ്റർ നവാസിൻ ട്രെയിനിങ് ടൈമിൽ തന്നെ നമുക്ക് ആഴ്ചയിൽ ഏകദേശം കുറഞ്ഞത് 15K to 25K ആയിരിക്കും നമുക്ക് വീക്ക്ലി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അത് ട്രെയിനിങ് ആയിട്ട് തന്നെ നമ്മുടെ എഫിഷ്യൻസി കൂടി അനുസരിച്ചായിരിക്കും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ലൈസൻസിംഗ് കോസ്റ്റ് ഇപ്പൊ 2 ലക്ഷം 3 ലക്ഷം ആയെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ എഫിഷ്യൻസി അനുസരിച്ച് നമുക്ക് ട്രെയിനിങ് ടൈമിൽ തിരിച്ചുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നിപ്പം HR ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ തന്നെ വീക്കിലി വരുന്ന 1 ലക്ഷം രൂപയൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ, പിന്നെ പ്രൊമോഷൻ കിട്ടാതെ നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യം വരുന്നില്ല, നമ്മുടെ എഫിഷ്യൻസി അനുസരിച്ച് തന്നെയാണ്. ഓക്കെ, പിന്നെ ഇവിടുത്തെ വർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഓക്കെ എന്തോ പറഞ്ഞു. അല്ല, രാഹുൽ ഇപ്പോ ട്രെയിനിങ് പീരീഡിലാണോ? രാഹുൽ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞു. ഓക്കെ, എന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യങ്ങൾ അറിയാൻ പറ്റും. ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമുക്കിപ്പോ 4 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ ഓക്കെ അല്ല 4 മണിക്കൂർ നമുക്കിവിടെ വർക്ക് കാര്യം ട്രെയിനിങ് സമയത്ത് വരുന്നുണ്ട്. പിന്നെ അല്ലാത്ത സമയം നമുക്ക് എന്താണ് ഫ്രീ ടൈം ആണ്. കഴിഞ്ഞിട്ടുള്ള ടൈം ട്രെയിനിങ് കഴിഞ്ഞ് നമുക്ക് ഓക്കെ നമുക്ക് ചില പ്രൊമോഷൻ കാര്യങ്ങൾ HR ഫിനാൻസിലോട്ടൊക്കെ പ്രൊമോഷൻ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റേതായ വർക്കുകളായിരിക്കും വരുന്നത്. അപ്പൊ അതിന്റേതായ എമൗണ്ട് ആയിരിക്കും നമുക്ക് കയറുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഞാൻ പറയുന്ന 4 മണിക്കൂറേ ഉള്ളൂ. പിന്നെ സീനിയേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും വർക്ക് ചെയ്യാം. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് വീക്കിലി 15 എന്നുള്ള ചിലപ്പോൾ അത് കൂടത്തേ ഉള്ളൂ. ഓക്കെ, പിന്നെയാണ് തന്നെ ഇപ്പൊ മിസ്റ്റർ നവാസ് കൂടെ വന്നു കഴിഞ്ഞാൽ നവാസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൂടുതലും ലേഡീസും ഫാമിലിയും ഒക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലും ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ഇന്ത്യക്ക് പുറത്തോട്ടും ട്രിപ്പ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോകാനായിട്ട് വരും. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഫീൽഡ് വർക്കോ ടാർഗറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ അടിച്ചുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഓക്കെ, ഇത് ഇത്തരം പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, ഡൗട്ടൊന്നുമില്ല. ഓക്കെ, എന്തായാലും മിസ്റ്റർ നവാബ് സീരിയസ് ആയിട്ട് തന്നെയല്ലേ? അതെ, സീരിയസ് ആയിട്ട് തന്നെ. ഓക്കെ, പിന്നെ ഞാൻ പറയാണ് ഇത് സെൻട്രൽ ഗവൺമെന്റ് ഒരു ജോബ് കിട്ടാൻ തന്നെയുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ വരുന്ന ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ആയിട്ട് തന്നെ ഇതെല്ലാം ഓക്കെ ആയി റെഡി ആകാനായിട്ട് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വേക്കൻസിക്കും അതുപോലെ ഡിമാൻഡാണ്. ഓക്കെ, പിന്നെ നമുക്ക് അക്കോമഡേഷന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പം മിസ്റ്റർ നവാസ് വന്നു കഴിഞ്ഞാൽ ട്രെയിനിങ് പീരീഡ് ഇവിടുന്ന് HR തന്നെ പ്രൊവൈഡ് ചെയ്യും അക്കോമഡേഷൻ കാര്യങ്ങൾ. അതെല്ലാം രാവിലെ കൂടെ തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ പ്രൈവറ്റ് അനുസരിച്ച് മാറാം. അവർക്ക് ഇവിടുന്ന് തന്നെ റെഡിയാക്കി തരും. ഓക്കെ, പിന്നെ എനിക്ക് എന്തായാലും ഡയറക്റ്റ് നവാസിന്റെ ഒരു കൺഫർമേഷൻ വേണം. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം മാക്സിമം എനിക്ക് പറ്റുന്ന 25-ാം തീയതി ഈ മന്ത് 25 മുമ്പാകെ ഇവിടെ എത്തണം. ഓക്കെ, 25-ന് മുമ്പാകെ അവിടെ എത്തണം. ഓക്കെ, ഇവിടെ വന്ന് അന്നാണ് 25-നാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതിന് മുമ്പ് എപ്പോ വേണേലും എത്തിയാലും കുഴപ്പമില്ല. ഓക്കെ, അതിനുശേഷമായിരിക്കും ഇന്റർവ്യൂ നടക്കുക. അന്ന് അവിടെ വന്നിട്ട് പിന്നെ ഇന്റർവ്യൂ വേറെ ദിവസം വരേണ്ടി വരുമോ? ഇന്റർവ്യൂ അല്ല, ഇപ്പൊ 25 മുന്നേ അവിടെ എത്തിയിട്ട് പിന്നെ ഇന്റർവ്യൂ വേറെ ദിവസമായിരിക്കും. ഇന്റർവ്യൂ അതിനനുസരിച്ച് ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇന്റർവ്യൂ കാര്യങ്ങൾ കാണും. ഓക്കെ. അല്ല, ഞാൻ പിന്നെ അവിടെ വന്നിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ വരേണ്ടി വരുമോ എന്നുള്ളത് ചോദിച്ചു. അതല്ലേ പറഞ്ഞ് ഒന്ന് എല്ലാം പാക്ക് ചെയ്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇപ്പൊ അഥവാ ഇന്റർവ്യൂ കിട്ടി കഴിഞ്ഞാൽ ഫണ്ടിന്റെ കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ലൈസൻസ് എമൗണ്ട് ആണെങ്കിലും തിരിച്ചു പോയി അറേഞ്ച് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടത്തില്ല. കാരണം ഇമ്മീഡിയറ്റ് ജോയിനിങ് ആയിരിക്കും. ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ വേറെ വേക്കൻസി അല്ല പാസ്സായാലും ഉണ്ടെങ്കിൽ ആ വേക്കൻസി കയറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം പിന്നെ എനിക്കപ്പോ ഡയറക്റ്റ് ഒരു കൺഫർമേഷൻ വേണം. അപ്പൊ എനിക്ക് 25-ാം തീയതിക്കുള്ളിൽ ഇവിടെ എത്തുന്ന രീതിയിലുള്ള ട്രാവലിംഗ് ഡീറ്റെയിൽസ്, മിസ്റ്റർ നവാസിന്റെ ട്രാവലിംഗ് ഡീറ്റെയിൽസ് എനിക്ക് നാളെ തന്നെ സബ്മിറ്റ് ചെയ്യണം. മാക്സിമം നാളെ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇപ്പൊ ട്രെയിനിനാണ് വരുന്നതെങ്കിൽ ട്രെയിനിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എനിക്ക് ഇപ്പൊ 25-ന് എത്തുന്ന അതിന് മുമ്പത്തെ ടിക്കറ്റ് നാളെ തന്നെ എടുത്ത് എനിക്ക് കൺഫേം ചെയ്യുക. ഓക്കെ.
ഓക്കെ, ഇപ്പൊ ട്രെയിനാണോ ഫ്ലൈറ്റ് ആണോ ഇപ്പം നവാസിന്റെ ഇഷ്ടം പോലെ, എന്തായാലും അത് നാളെ തന്നെ എനിക്ക് സബ്മിറ്റ് ചെയ്യുക.